നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്റെ അമ്മേ, ഞാൻ സന്യാസിനിയാവൂന്ന് കരുതി അമ്മ പേടിച്ചു പോയാ? നിനക്ക് എന്താടി മോളെ, നിനക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ? എനിക്ക് പേടിയായിട്ട് വയ്യ. എനിക്ക് ഒരു ഭ്രാന്തും ഇല്ല. ഇതുപോലൊരു പെർഫോമൻസ് ആണ് ഞാൻ ഗൗതമിന്റെ നിധിയുടെ മുന്നിൽ കാഴ്ചവെച്ചത്. പെർഫോമൻസോ? അതേനെ, കളികൾ പലത് പയറ്റിട്ടും പടക്കിറങ്ങി പുറപ്പെട്ടിട്ടും ഈശ്വരമംഗലത്തുള്ളവർ വഴങ്ങിയില്ലല്ലോ. ഇതേ ഈ ശിവാനിയുടെ പുതിയ അടവ് നയം. എങ്ങനെയുണ്ടായിട്ട്? അപ്പൊ നീ ഇതുപോലെ അവരുടെ മുന്നിൽ അഭിനയിച്ചോ? പിന്നല്ലാതെ അഭിനയിച്ചു എന്നല്ല, ജീവിച്ചു എന്ന് വേണം പറയാൻ. എന്റെ പെർഫോമൻസ് കണ്ടിട്ടെ നിധിയും ഗൗതമും അടപടലേന്ന് വീണു. അതറിയോ അമ്മയ്ക്ക്? എനിക്ക് ഈശ്വരമംഗലത്തേക്ക് തിരികെ കയറിയേ പറ്റൂ. ഈശ്വരമംഗലത്തിന്റെ വൈക്കോല് കെട്ടാനുള്ള വള്ളി ഞാൻ ഈശ്വരമംഗലത്തിന്റെ പ്രിയപ്പെട്ടവരിൽ നിന്ന് തന്നെ ഉണ്ടാക്കും. അതിനുള്ള അംഗം ഇത്. അപ്പോ നിധിയും ഗൗതവും നിന്റെ അഭിനയം വിശ്വസിച്ചോ? അതല്ലേ പറഞ്ഞത്, വിശ്വസിച്ചു. മാത്രമല്ല, ഇനി ഈശ്വരമംഗലത്ത് എനിക്ക് വേണ്ടി വാദിക്കാൻ പോകുന്നത് ആ 2 മുതലുകളായിരിക്കും. ശിവാനിയെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ശബ്ദം ഉയർത്താൻ പോകുന്നത് നിധിയായിരിക്കും. അയ്യോ എന്റെ മോളെ, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിന്റെ ബുദ്ധിക്ക് ആരെങ്കിലും കണ്ണു വെക്കി ഇങ്ങനെ പോയാല്. ഞാൻ പോയേ കുറച്ച് ഉപ്പും മുളകും കൊണ്ടുവന്ന് എന്റെ കൊച്ചിനെ അങ്ങ് മൊത്തത്തിലങ്ങ് ഒഴിഞ്ഞിടണം. അല്ലെങ്കിൽ ശരിയാവില്ല. കാണുന്നില്ലല്ലോ ഗൗതം, ഒന്ന് വിളിച്ചു നോക്കേ. അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ പോയി കണ്ടാൽ മതി. അത് വേണ്ട, വരും, ഞാനൊന്ന് വിളിച്ചു നോക്കാം. ആ മുറിവിലിപ്പോഴും വേദനയുണ്ട് ഐശ്വര്യ? നല്ല ഒന്നാന്തര അടിയല്ലായിരുന്നു, വേദന കാണാതിരിക്കോ പിന്നെ? എന്നാലും കുഴപ്പമില്ല. എന്തിനാ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ്? ഗൗത ഏൽപ്പിച്ചൊരു ജോലി അതിന്റെ ഏറ്റവും ഭംഗിയായ നിലയിൽ തന്നെ ഐശ്വര്യ ചെയ്തു തീർത്തു. അപ്പോ അർഹിക്കുന്ന ഒരു സെൻഡ് ഓഫ് തരണമല്ലോ. സെൻഡ് ഓഫോ? ഇന്നല്ലാതെ എവിടെ പോണെന്ന് പറഞ്ഞാൽ മതി. ഒന്നാം തരം ഫുഡ്, അതാണ് ഇന്ന് ഞങ്ങൾ ഓഫർ ചെയ്യുന്നത്. അപ്പോ എന്റെ റോള് കഴിഞ്ഞു സാരം. ജോലിന്ന് പറഞ്ഞു വിടുവല്ലേ? പറഞ്ഞു വിടുകയൊന്നുമല്ല, ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള, ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ സാലറി കിട്ടുന്ന പ്രസ്റ്റീജിയസ് ആയൊരു ജോലി. അതിലേക്ക് ഐശ്വര്യയെ പ്രൊമോട്ട് ചെയ്യുക മാത്രമാണ് ഇപ്പോ. ദാ പിടിച്ചേ. എന്താ ഏട്ടാ ഇത്? ആദ്യം ഇതങ്ങോട്ട് പിടിക്ക്, പിന്നല്ലേ കാര്യം പറയുന്നത്. ഹൈദരാബാദിലുള്ള എന്റെ ഫ്രണ്ടിന്റെ കമ്പനിയിൽ ഐശ്വര്യക്ക് ഞാനൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. ഏട്ടന്റെ കമ്പനിയിൽ ഒഴിവൊന്നുമില്ലേ? അതായിരുന്നേ ഞാൻ കൂടുതൽ സേഫ് ആയിരുന്നു. ഇതും താൽക്കാലികമാണെന്ന് കരുതിക്കോ. തിരിച്ചു വിളിച്ചിരിക്കും ഞാൻ ഐശ്വര്യയെ എന്റെ ഓഫീസിലേക്ക്. പക്ഷേ ഇപ്പോ അത് വേണ്ട. വേറൊന്നും കൊണ്ടല്ല ഐശ്വര്യ, ഇനി പ്രണവ് ഐശ്വര്യയെ കോണ്ടാക്ട് ചെയ്യാൻ പാടില്ല, അതുകൊണ്ടാ. അപ്പോ മിഷൻ കംപ്ലീറ്റ് ആയല്ലേ? യെസ്, നമ്മൾ ആഗ്രഹിച്ചതുപോലെ, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ലക്ഷ്യത്തിലെത്തി. നമ്മൾ ശിവാനി ആളാകെ മാറിപ്പോയി. സത്യാണോ? അതേന്നെ, ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. അയ്യോ, അങ്ങനെയാണോ ചേച്ചിയുടെ കൈ മുറിഞ്ഞേ? ഏയ്, അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. എന്തായാലും നന്നായി. ഏട്ടന്റെ തലയെങ്ങാനോട് തട്ടിയിരുന്നെങ്കിൽ എന്തായേനെ? ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചതിനേക്കാൾ വലിയ സന്തോഷം എന്ന് പറയുന്നത് ശിവാനി തിരുത്തി തിരികെ വന്നതിലാണ്. സത്യം പറഞ്ഞാ ഞാനായിട്ട് ഏറ്റുപിടിച്ചൊരു ഡ്രാമയായിരുന്നു ഇത്. സക്സസ് ആക്കി എടുക്കാൻ പറ്റുമെന്നുള്ളൊരു പേടി സത്യത്തിൽ എനിക്കും ഉണ്ടായിരുന്നു. എന്തായാലും നന്നായി, ശിവാനി മാറിയല്ലോ. ഇനി എത്രയും പെട്ടെന്ന് ശിവാനിയും പ്രണവിനെയും ഒന്നിപ്പിക്കണം. ഏതെങ്കിലും ഒരു അമ്പലത്തിൽ വെച്ച് ഒന്നുകൂടി താലികെട്ടൽ നടത്തിയാലും കുഴപ്പമൊന്നുമില്ല. ഐശ്വര്യ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ നടന്നതൊക്കെ ഡ്രാമയായിരുന്നു എന്ന് പ്രണവിന് അറിയില്ല. അതുകൊണ്ട് അവൻ ഇനിയും വിളിക്കാനും കാണാനും ഒക്കെ ശ്രമിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള നമ്പർ ഒന്ന് മാറ്റുന്നതായിരിക്കും നല്ലത്. പിന്നെ ആ കവറിൽ
അപ്പോയിന്റ്മെന്റ് ഓർഡറും ഫ്ലൈറ്റ് ടിക്കറ്റും കുറച്ച് ക്യാഷും ഇരിപ്പുണ്ട്. അയ്യോ എന്തായിട്ടാ ക്യാഷ് ഒന്നും വേണ്ടായിരുന്നു. ഇരിക്കട്ടെ ഐശ്വര്യ, ഞങ്ങളുടെ ഒരു സന്തോഷത്തിനല്ലേ. ആ പിന്നെ നാളെ ഫ്ലൈറ്റ്, അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങണമല്ലോ. നാളെ തന്നെ പോണല്ലേ? അതാണ് നല്ലത്. ഇനി ഒരു കാരണവശാലും ഐശ്വര്യ പ്രണവിന്റെ മുമ്പിൽ ചെന്ന് പെടരുത്. നാളെ തന്നെ പോവാം. പിന്നെ ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, നടന്ന സംഭവങ്ങളുടെ എല്ലാം യാഥാർത്ഥ്യം പതുക്കെ ഞങ്ങൾ പ്രണവിനെ അറിയിക്കും. അത് കഴിഞ്ഞ് ഐശ്വര്യ ഞാൻ വിളിക്കും ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലേക്ക്. ഒരു കീ പോസ്റ്റിൽ തന്നെ ഞാൻ അവിടെ അപ്പോയിന്റ് ചെയ്യും. താങ്ക് യു വെരി മച്ച് ചേട്ടാ. എങ്കിൽ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ. ചേച്ചി പറഞ്ഞതുപോലെ നാളത്തെ ഫ്ലൈറ്റ് പിടിക്കണമെങ്കിൽ ഇനി അത്യാവശ്യം ഒരു ഷോപ്പിംഗ് കൂടിയേ പറ്റൂ. പോട്ടെ ഏട്ടാ. ആ അപ്പൊ ഓൾ ദി ബെസ്റ്റ് ഐശ്വര്യ. താങ്ക് യു വെരി മച്ച്. നീ എടുത്ത എഫേർട്ട് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം ഐശ്വര്യ. എനിവേ താങ്ക്സ് ആൻഡ് വെരി വെരി സോറി വേദനിപ്പിച്ചതിന്. കാണാം. ചേട്ടാ ഒന്ന് വണ്ടി നിർത്തണേ. ഒരു മിനിറ്റ്. ഇവക്ക് അന്ന് കിട്ടിയതൊന്നും പോരാന്ന് തോന്നുന്നു. എന്റെ പ്രണവിനെ വളച്ചെടുക്കാൻ നോക്കിയോളെ ഇവിടുന്ന് എന്റെ വീണ്ടും വാങ്ങിക്കും. ഒന്ന് വെയിറ്റ് ചെയ്യണേ. അയ്യോ അങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല. ഞാൻ വയലന്റ് ആയ ഇവൾ അപ്പൊ തന്നെ അത് നിധിയോട് പറഞ്ഞു കൊടുക്കും. ഞാനിപ്പോ ഡീസന്റ് ആണല്ലോ. ഇതെങ്ങോട്ട് നടന്നു പോവാ? എനിക്കൊരു സുഹൃത്തിനെ കാണുമായിരുന്നു. ഇവിടുത്തെ കുറച്ച് ദൂരേ ഉള്ളൂ. അപ്പൊ നടന്നു പോവാന്ന് കരുതി. ഇതൊന്നും അറിയാതെ പറ്റിപ്പോയതാ. ഐശ്വര്യ എന്നോട് ക്ഷമിക്കണം. അത് സാരമില്ല. എന്റെ ഭാഗത്തും തെറ്റുണ്ടല്ലോ. സത്യത്തിൽ പ്രണവ് വിവാഹിതനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ശിവാനി എന്താ ഒന്നും മിണ്ടാത്തത്? എന്നോട് ഇപ്പോഴും ദേഷ്യമാണോ? ആണോന്നോ? ദേഷ്യം ഇങ്ങനെ പെരുവരലിന്ന് കയറി വരുന്നുണ്ടടി. പക്ഷെ പുറത്ത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. പറ. എനിക്ക് ദേഷ്യമൊന്നുമില്ല. തെറ്റുകാരൻ ഞാനാ. അത് ഞാൻ ഗൗതമനോടും നിധിയോടും പറയുകയും ചെയ്തു. എന്തായാലും ശിവാനിയെ കണ്ടത് നന്നായി. ഇനി എന്റെ ശല്യം ഉണ്ടാവില്ല കേട്ടോ. ഞാൻ നാളെ ഹൈദരാബാദിലേക്ക് പോവാ. ഹൈദരാബാദിനോ? എന്തുറ്റി? നിങ്ങൾക്കിടയിൽ ഞാനൊരു ശല്യം ആവണ്ടെന്ന് കരുതി. അപ്പൊ നിന്റെ തലമണ്ടക്കിട്ട് ഞാനന്ന് തന്നത് ഫലം ചെയ്തു. പേടിച്ചിട്ട് പോവാണെന്നൊന്നും കരുതിയേക്കല്ലേ. പ്രണവിനോട് ശിവാനിക്ക് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടായിരിക്കുമല്ലോ പൊസസീവ്നെസ് കൂടിയിട്ട് എന്നെ ശിവാനി തല്ലിയത്. അങ്ങനെ നോക്കുമ്പോ പ്രണവിന് ശിവാനിക്ക് കിട്ടിയേ പറ്റൂ. നാളെ തന്നെ ഞാൻ പോവും. എന്തായാലും നിങ്ങൾ ഇനിയും ഒന്നിക്കണം. സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഒരുമിച്ച് ജീവിക്കണം. എന്റെ പ്രാർത്ഥനയും അതിനുണ്ടാവും. താങ്ക് യു.